കല്ലുരുക്കി വറക്കാനോ? കല്ലുരുക്കി വറുക്കാനോ? അപ്പോൾ ഞാനും പുഷ്പേച്ചിയും കൂടെ പൊന്നാങ്കണ്ണി ചീര വരയ്ക്കാൻ പോയെന്ന് കണ്ടത്തിൽ. നല്ല ഔഷധ ഗുണമുള്ളൊരു ചീരയാണ്. അപ്പോൾ നമ്മൾ പറിച്ചിട്ട് വരാം കേട്ടോ. പുഷ്പേച്ചി വാ. ആ അപ്പോൾ നമ്മൾ പൊന്നാങ്കണ്ണി ചീര വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. എവിടെ അങ്ങോട്ട് പോകുന്നു? അവിടെ കുറേ ആളുണ്ട്. നോക്കിയില്ലേ പോവാ. പുഷ്പിച്ച് അപ്പുറത്തേക്ക് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തോട്ടിലേക്ക് കൂടി ഇറങ്ങുന്നത്. തോടെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് അപ്പം നല്ല ഇറങ്ങിപ്പോവാൻ ഗൈസ്. ഇപ്പം ഇത് കാണുന്നതല്ലേ പൊന്നാങ്കണ്ണി? നിറച്ച് മുളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് തോട്ടിൻ്റെ കരക്കും നമുക്കിത് പറിക്കാമല്ലോ. ഇതെല്ലാം പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി വേറെയും ഉണ്ട് എന്ന് പറയുന്നത്. ഇത് വേറെ പൊന്നാങ്കണ്ണി ഇല്ലേ? എന്താ ഇത് പൊന്നാങ്കണ്ണീൻ്റെ എന്താ പറയുക, തോട് മുഴുവൻ പൊന്നാങ്കണ്ണി. ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇവിടുന്ന് തന്നെ പറിച്ചാലോ? ഒന്നുകൂടെ പൊന്നാങ്കണ്ണി പറിച്ച നിറച്ചുകൊണ്ട് കേട്ടോ. ആ തോട്ട് നിങ്ങത്തോളം പൊന്നാങ്കണ്ണിയാണ്. അല്ല പുഷ്പേച്ചി? എന്ത് എൻ്റെ കാലിനെന്തോ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ കാലിനെന്തോ കുടുങ്ങി. ഇത് നമ്മളെ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പച്ച. ഇതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. കണ്ട പണ്ടും കൈയെല്ലാം മുറിഞ്ഞ ഇത് ഇതിൻ്റെ തിരിയല എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം വെച്ച് കൊടുക്കുക. അതിപ്പോൾ കാണാനുമില്ല. കമ്മ്യൂണിസ്റ്റ് വെച്ച മണക്കുമ്പോൾ നമുക്ക് ആ പഴയകാലം ഓർമ്മ വരും. നൊസ്റ്റാൾജി. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം പോത്തിനൊക്കെ എത്തിയിട്ടുണ്ട്. പൊരി വെയിലത്ത് ഇങ്ങനെ പോത്തിങ്ങനെ പൊരി വന്നു. എന്താ ചെയ്യുക പാവം. എവിടെ അങ്ങോട്ട് പോന്നു? ഇത് പൊന്നാങ്കണ്ണി പറിക്കാൻ വന്നതാ. കുറേ എന്താ അതെന്താന്ന് കറണ്ടിൻ്റെ വയറൊന്നല്ലോ. വലിയ വയറ് പോയിട്ടുണ്ട്. കാണാൻ വിശ്വസിക്കാൻ പറ്റില്ല. മഴക്കാലമല്ലോ. കമ്പി ഷോക്കൊന്നുമില്ലല്ലോ. നടക്ക്. ഇപ്പോൾ ഇവിടെ തൊഴിലുറപ്പുകാർ തോടെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അത് നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. മഴ പെയ്തു തുടങ്ങി തോടെല്ലാം നിറഞ്ഞ് കവിയോട്ടെ. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി. പിന്നെ വിഷുവിന് കണിയും കണ്ടുപോയ തത്തേനെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടേ. തീരെ വയ്യാണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവൾക്ക് കിട്ടിയോ ഇല്ല. അപ്പോൾ അതിന് ഭക്ഷണമൊന്നും സ്വയം ഭക്ഷണം കണ്ടെത്താനൊന്നും ആവില്ലല്ലോ. ചെറുതിലേ നമ്മളെ കൂടെ ഉണ്ടായതുകൊണ്ട് അതിനെ വരെയെടുക്കാനൊന്നും അറിയാത്തതുകൊണ്ടതാ തീരെ വയ്യാണ്ട് 1 മാസം എങ്ങനെ പിടിച്ചു എന്നറിയില്ല. വീണ്ടും നമ്മളെടുത്ത് എത്തി. പാമ്പുണ്ട് നോക്കണേ കേട്ടാ. എന്താ ഇതാണ് പൊന്നാങ്കണ്ണി. പൊന്നാങ്കണ്ണി കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. കൃഷിയല്ല കേട്ടോ, തന്നെ താമസം. അതിൻ്റെ ഇറക്ക് പുഷ്പിച്ച് ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറിക്കാം. വേണ്ട
ഇതിന് നിങ്ങളുടെ നാട്ടിലെന്നാ പറയുന്നൊന്ന് കമൻ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇതിന് പൊന്നാങ്കണ്ണി ചീരാന്ന് പറയും. അപ്പോൾ പൊന്നാങ്കണ്ണി ഇതിൻ്റെ തിരുഭാഗം എന്നുള്ളത് നല്ലത്. തിരുഭാഗമല്ല നല്ലത്. ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ കിട്ടും കേട്ടോ. നല്ല ബുദ്ധിമുട്ട് കിട്ടും. കൊതുക് കണ്ട, കൊതുക് ഡെങ്കി കൊതുകാന്ന് അറിയില്ല. ഇഷ്ടംപോലെ കൊതുകുണ്ടല്ലോ ഇപ്പം മഴ പെയ്ത പിന്നെ. ഒന്ന് പോത്തല്ലേ ഈശ്വര, പോത്തിനോളൊക്കെ ഇതാ ഈ റെഡ് ഈ കളർ കണ്ടിട്ടാമോ പോത്ത് നോക്കുന്നു. ഈ പോത്ത് നമ്മളെ തന്നെ നോക്കുന്നുട്ടാ. ഈശ്വര, എന്നാ ഉദ്ദേശം എന്നല്ല, ഓടാൻ വഴിയില്ല കേട്ടാ. ഫുൾ മതിലാണ്, മതിൽ കെട്ടുകൾ കിടക്കായില്ല. പോത്തായിട്ട് ഇളകി ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇല്ല, പോത്ത് അങ്ങോട്ട് തിരിഞ്ഞു. കൊതുകുണ്ടേ നോക്കണേ. കുറച്ച് മതി, ഓരോ ദിവസം ഓരോ പിടി. ഇതാ അപ്പോൾ ഇത്രയും പൊന്നാങ്കണ്ണി അരച്ചു, ഇത്രയും വേണ്ട കേട്ടോ. ഒരു ദിവസം ഒരു പിടി ഇലക്കറി കഴിക്കണം എന്നാണല്ലോ, അതുകൊണ്ട് ഇത്രയും പറിച്ചെടുത്തു. പൊന്നാങ്കണ്ണിയും പറിച്ച് പുഷ്പേച്ചിക്ക് ധരിച്ച് തേങ്ങ വെട്ടി. 2 തേങ്ങ വെട്ടീനെ. ഇതാ കാണിച്ചേ. അപ്പോൾ പുഷ്പേച്ചിക്ക് 2 തേങ്ങയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊന്നാങ്കണ്ണിയും തേങ്ങയും എടുത്തിട്ട് പോയിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇവിടെ ഇതിനത്ര ഹൈറ്റ് കുറവാണ്. മുട്ടുവേന പറ്റും നിങ്ങളെ എടുക്കും. ഇത് മറ്റേ വെളിയില്ലേ, അടുത്ത് പെണ്ണുണ്ടേ, അത് ഈ പൊന്നാങ്കണ്ണി ചീര പരിപ്പിട്ട് നോക്കും. നല്ല ടേസ്റ്റ് ആവുമല്ലോ. അതെല്ലാവർക്കും പറ്റും, ഇഷ്ടം.